തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ദിനങ്ങൾ മാത്രം ശേഷിക്കെ ശക്തമായ മുന്നേറ്റത്തിനൊരുങ്ങുകയാണ് BJP തലസ്ഥാനത്ത്. തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായ പട്ടം വാർഡിലെ NDA സ്ഥാനാർത്ഥിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ചേച്ചി, എങ്ങനെയുണ്ട് പ്രചരണത്തിൻ്റെ മൂന്നാം ഘട്ടം? ആ ഒരു വൈബിലേക്കൊക്കെ എത്തിയോ? നമസ്കാരം. പ്രചരണത്തിൻ്റെ മൂന്നാം ഘട്ടം വളരെ അതെ എന്താ പറയുക, നമ്മൾ വളരെ ഉഷാറായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 6 മണിക്ക് തുറക്കുന്ന അഭ്യർത്ഥനയുമായി ഞങ്ങൾ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വളരെ നന്നായിട്ട് ജനങ്ങൾ ഞങ്ങളെ കാത്തിരിക്കുന്നത് പോലെയാണ് പല വീടുകളിലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു റെസ്പോൺസാണ് കിട്ടുന്നത്. അവർ കൊതിക്കുന്ന മാറ്റം ഞങ്ങളിലൂടെയാണ് എന്ന് അവർ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. എന്തൊക്കെയാണ് BJPയുടെ ഈ ഒരു പട്ടം വാർഡിലേക്കുള്ള ഒരു കരുതലുകൾ? പട്ടം വാർഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നഗരത്തിൻ്റെ ഹൃദയഭാഗമാണ് പട്ടം വാർഡ്. പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും കാണുന്ന ഈ പട്ടം വാർഡിൽ ഞങ്ങൾക്ക് ചെയ്യാൻ ഒട്ടേറെയായിട്ടുള്ള അനവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പ്രധാനമന്ത്രിയുടെ പദ്ധതികളൊന്നും എത്താത്തൊരു വാർഡ്, മെഡിക്കൽ കോളേജിൻ്റെ കൂടെ മെഡിക്കൽ കോളേജുള്ളൊരു വാർഡ്, നിരവധി മാലിന്യ കൂമ്പാരങ്ങളുള്ള വാർഡ്, രാവിലെ വിദ്യാർത്ഥികൾക്ക് നടക്കാൻ പോകുന്നവർക്ക് സ്വൈര്യമായിട്ട് തൻ്റെ വീട്ടിൻ്റെ പുറത്തിറങ്ങി നടക്കാൻ പോകാനോ സ്കൂളിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ളൊരു വാർഡ്, ഒട്ടും വികസനം എത്താത്തൊരു വാർഡ്, ജനൌഷധി പോലത്തെ മെഡിക്കൽ സെൻ്ററുകൾ ഇല്ലാത്തൊരു വാർഡ്, അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ വികസനം എത്താത്തൊരു വാർഡാണ് ഇന്ന് വരെ പട്ടം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് ഒട്ടനവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും അവർ ഞങ്ങളോട് പറയുന്നത്, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ചാലക്കുഴി ആണ്. ചാലക്കുഴിയിൽ ഞങ്ങളുടെ ബൂത്ത് ഓഫീസിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നേരെ കാണുന്നത് മെഡിക്കൽ കോളേജ്. നമുക്കറിയാം ഇവിടെ ഒത്തിരി ലോഡ്ജുകളുണ്ട്, രോഗികളായിട്ടുള്ള ആളുകളെ വണ്ടിയിൽ കൊണ്ടുവന്ന് പാർപ്പിക്കുന്ന സ്ഥലമുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റോഡ് കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെ ഭരിക്കുന്ന ആൾ ഈ റോഡ് മറന്നുപോയി. കാരണം ഈ റോഡിൽ അദ്ദേഹത്തിന് വോട്ടുകൾ കുറവായിരുന്നു. ഇത്തരത്തിൽ അദ്ദേഹത്തിന് വോട്ടുകൾ കുറവായിരിക്കുന്ന എല്ലാ സ്ഥലത്തും വികസനങ്ങൾ എത്താതെ തനിക്ക് പരിചയമുള്ള തൻ്റെ പ്രവർത്തകർ മാത്രമുള്ള കുറച്ച് സ്ഥലത്ത് അവിടുത്തെ ഇടവഴികളും വികസിപ്പിച്ച് ഇടവഴികൾ ടാർ ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിൽ ടൈലിടുന്നതോ അല്ല വികസനമെന്ന് നാട്ടുകാർ ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു തരാൻ നിങ്ങൾക്കേ പറ്റുമോ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഊർജ്ജം ഉൾക്കൊണ്ട് തന്നെയാണ് മൂന്നാം ഘട്ട പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇപ്പോൾ ഇത്രയധികം പ്രശ്നങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്തല്ലോ, അപ്പോൾ എന്തൊക്കെയായിരിക്കും ഇനി ഒരു BJPയുടെ ഒരു വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ബഹുമാനീയനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം പറഞ്ഞു, തിരുവനന്തപുരം കോർപ്പറേഷൻ നഗരസഭ നമ്മൾ ഭരിക്കുകയാണ് എങ്കിൽ നമ്മൾ ഭരിക്കാനുള്ള എല്ലാ ചാൻസുകളുമുണ്ട്. അത്തരത്തിൽ ഭരിക്കുകയാണെങ്കിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിൻ്റെ ഒരു വികസന രേഖ, ഒരു ബ്ലൂ പ്രിൻ്റ് ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെക്കും. ഈ കഴിഞ്ഞ 43 വർഷമായിട്ട് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചിരിക്കുന്ന ആർക്കും തന്നെ തിരുവനന്തപുരത്തിൻ്റെ വികസനം എന്താണെന്ന് അവർ ചെയ്തിട്ടില്ല. നമുക്കറിയാം തിരുവനന്തപുരം എന്ന സിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും ആക്സസബിൾ ആയിട്ടുള്ള സിറ്റിയാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻസ്, സീപോർട്ട്, ബസ് സ്റ്റാൻഡ്, എയർപോർട്ട്, ഇത്തരത്തിൽ IT ഹബ്ബ്, അങ്ങനെ എല്ലാം ചേർന്ന ഒരു പെർഫെക്റ്റ് സിറ്റി ആയിരുന്നു തിരുവനന്തപുരം. ആ സിറ്റിയെ വികസിപ്പിക്കാനുള്ള ഒരു കാര്യവും ഇവർ ഈ 43 വർഷത്തിനകത്ത് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാത്ത ഒരാൾക്ക് ഇനി അടുത്ത 5 വർഷം എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള തോന്നൽ ഇപ്പോൾ ജനങ്ങൾക്കുമില്ല. ഞങ്ങൾക്ക് അവരുടെ മുന്നിൽ വെക്കാനുള്ളത് അടുത്ത 5 വർഷത്തേക്ക് എങ്ങനെയാണ് തിരുവനന്തപുരത്തിനെ ഒരു ഏറ്റവും നല്ല ഒരു സിറ്റി ക്യാപിറ്റലായിട്ട് മാറ്റാം എന്നുള്ളതിൻ്റെ ഒരു വികസന രേഖ മോദിജി യുടെ ഇൻസ്ട്രക്ഷനോടുകൂടി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത്തരത്തിലൊരു വികസന രേഖ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഞങ്ങളുണ്ട്. ഇതാണ് ഞങ്ങളിപ്പോൾ വീടുകളിലേക്ക് എത്തിക്കുന്നത്. അതിൻ്റെ ഒരു അത് ഇന്നലെ ബഹുമാനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ എല്ലാവർക്കും ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചതുമാണ്. അപ്പോൾ അത് മാത്രമല്ല, എനിക്ക് പറയാൻ പറ്റുന്നത് ഈ പട്ടം നിവാസികളോട് ഇത്തരത്തിലൊരു വികസന രേഖ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുമ്പോൾ അത് ഞങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെന്താണ് പ്രോഗ്രസ് ഉണ്ടാകുന്നത് എന്ന് ജനങ്ങൾക്ക് അറിയിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഈച്ച് ആൻഡ് എവറി ഇയർ ഓരോ വർഷവും ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ഞാൻ എന്താണ് ഈ വാർഡിന് വേണ്ടിയിട്ട് ചെയ്തത് എന്നുള്ളൊരു പ്രോഗ്രസ് കാർഡും നിങ്ങളുടെ മുന്നിൽ വെക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഫ്ലെക്സുകളിലും ബാനറുകളിലും ഒതുങ്ങുന്ന ഒരു വികസനമല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ പട്ടം വാർഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ അനവധിയായിട്ടുള്ള ഫ്ലെക്സുകൾ കാണാൻ പറ്റും. ചാലക്കുഴിയിൽ നിന്നും പിള്ളവീട് ലൈനിലേക്ക് പോകുന്ന ഒരു റോഡുണ്ട്. ആ റോഡ് ഏകദേശം 1 കിലോമീറ്ററിനകത്തുള്ള ഒരു റോഡിന് 1,39,00,000 രൂപയുടെ വികസനം നടത്തി ടാറിട്ടു എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലെക്സ് ബോർഡ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു ചെറുകര കുളമുണ്ട്. ആ കുളത്തിൽ 1,39,00,000 രൂപയുടെ നവീകരണം നടത്തി എന്നുള്ളത് അറിയാൻ പറ്റും. ഞങ്ങളൊരു വീഡിയോ അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, മെഡിക്കൽ കോളേജിൻ്റെ മുന്നിലുള്ള എല്ലാ ബയോ വേസ്റ്റുകൾ, അവിടുത്തെ ഹോട്ടലുകളുടെ വേസ്റ്റുകൾ, അവിടുത്തെ ഈ ഹോട്ടലുകളുടെ
ജനങ്ങളുടെ ഡ്രെയിനേജ് എല്ലാം ഈ കുളത്തിലേക്കാണ് പോകുന്നത്. ഈ കുളം നവീകരിച്ച 1,39,00,000 രൂപ എവിടെയാണ്? വികസനം വീടുകളിലല്ല വേണ്ടത്, സ്വന്തം വീട്ടിലല്ല വികസനം വേണ്ടത്, ഈ നാടിനാണ് വികസനം വേണ്ടത്. ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജാതി മത വർഗ്ഗ വർണ്ണ ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം, അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കേണ്ട ഒരാളാണ് കൗൺസിലർ എന്ന് പറയുന്നത്. അത് നടത്താനുള്ള ആൾ അദ്ദേഹത്തിന് പരാജയമായിട്ടുണ്ടെന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ അവർ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് 100% ഉറപ്പാണ്. ആ ഉറപ്പിൻ്റെ പുറത്ത് ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി നരേന്ദ്രമോദിജി ഞങ്ങളുടെ ഐക്കണായിട്ടുള്ള അദ്ദേഹം ചെയ്തിട്ടുള്ള ഇതുവരെയുള്ള പ്രവർത്തനം വെച്ചിട്ട് ഇവിടുത്തെ പട്ടം ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും എന്നുള്ളത് 100% ഞങ്ങൾക്ക് ഉറപ്പാണ്. ആ വികസനമാണ് ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഇതിൽ ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത് വേറൊരു കാര്യവും കൂടിയുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടുത്തെ കൗൺസിലർ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുളം, ആ കുളത്തിൻ്റെ പ്രശ്നം ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ അതിനെ ഈ 5 വർഷമായിട്ട് അതിന് സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞ ആൾ, അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഫലകം മാത്രമിട്ട് ആ പൈസ കൈപ്പറ്റി എന്ന് പറയുന്ന ആൾ ഇപ്പോൾ അതിന് ഞങ്ങൾ ആ വീഡിയോ ഇട്ട് 2 ദിവസത്തിന് ശേഷം അവർ ഈ കുളം വൃത്തിയാക്കാനൊരു JCBയുമായിട്ട് വന്നിട്ട് അവിടെ തന്നെ ഈ ബയോ വേസ്റ്റ് മൂടാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ ഒരു SCT ലൈനുണ്ട്, അതിൻ്റെ SCT നഗറുണ്ട്, അതിൻ്റെ A ലൈനിലെ റോഡിൻ്റെ പ്രശ്നം ഞങ്ങൾ ഇട്ടിരുന്നു. അതുപോലെ ഇവിടെ മടത്തുവിളയിലെ റോഡിൻ്റെ പ്രശ്നം. ഞങ്ങൾ ഓരോ പ്രശ്നങ്ങൾ ഇവരെ പറയുമ്പോഴും ഈ 5 വർഷം ചെയ്യാത്ത ആൾ ഇപ്പം ഓടി നടന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് നടത്തുന്ന ഒരു വികസനമുണ്ട്. വികസനം എന്നല്ല ഞാൻ പറയുന്നത്, റോഡ് ടാറിടുന്നത്. ആ റോഡ് ടാറിടാൻ ഇത്രയും നാൾ അദ്ദേഹത്തിന് പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങളത് ചൂണ്ടിക്കാണിച്ചതിന് ശേഷം നടത്തുന്ന ഒരു വികസന പ്രവർത്തനമുണ്ട്. അത് അടുത്ത തവണയും അധികാരത്തിൽ വരാനുള്ളൊരു ഒരു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ പട്ടം ജനങ്ങൾക്കുണ്ട് എന്നുള്ളതും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു കൗൺസിലറായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നന്ദി. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.